Hi dears, welcome back to EduFix Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ ഓഫ് സയൻസ് ജിയോഗ്രഫിയിലുള്ള ഒരു PG പ്രോഗ്രാമാണ്. ഇഗ്നോയിൽ ഇതിന്റെ കോഡ് എന്ന് പറയുന്നത് MSc GGG. ഇതൊരു MSc കോഴ്സാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ്. ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക. ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി സ്ട്രീം, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ത് ചെയ്താൽ മതി, ഗ്രാജുവേഷൻ ഉണ്ടായാൽ മതി, ഡിഗ്രി ഉണ്ടായാൽ മതി. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, പഠനം ഇംഗ്ലീഷിലായിരിക്കും, എക്സാമും ഇംഗ്ലീഷിലായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സ് പ്രോഗ്രാം ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് ഇത്രയും സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ള. ഫസ്റ്റ് സെമസ്റ്ററിൽ അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ ഇത്രയും തിയറി പേപ്പറും ഒരു പ്രാക്ടിക്കൽ പേപ്പറും ഉണ്ടായിരിക്കും. പ്രാക്ടിക്കൽ പേപ്പർ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിന്റെ ഇൻസ്ട്രക്ഷൻ തരുന്നത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിരിക്കും. അപ്പൊ സ്റ്റഡി സെന്ററിൽ വെച്ചിട്ടായിരിക്കും പ്രാക്ടിക്കൽ നടത്തപ്പെടുക. അതിന്റെ ഇൻസ്ട്രക്ഷനും അതിന്റെ സെഷൻസ് ഒക്കെ നടത്തപ്പെടുന്നത് സ്റ്റഡി സെന്ററിലായിരിക്കും. ഇവിടെ ഒരു കോഴ്സ് ടു ബി ടേക്കൺ ടുഗദർ, ഇത് ഒരുമിച്ചിട്ടാണ്. ഈ ഒരു MGG 001ഉം 008ഉം ഒരുമിച്ച് ആണ്. രണ്ട് ടോട്ടൽ 4 ക്രെഡിറ്റിന്റെ ഒരു പേപ്പർ ഒരുമിച്ചിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രാക്ടിക്കൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ 2 സെമസ്റ്ററുകളിലുമായിട്ട് 2 പ്രാക്ടിക്കൽ 4 ക്രെഡിറ്റിന്റെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് എന്താണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് യൂട്യൂബിൽ കണ്ടു നോക്കാം, നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സബ്ജക്ട് ഇഗ്നോയിൽ നമുക്ക് ഓരോ സബ്ജക്റ്റുകൾക്കും ഓരോ കോഡുകളാണുള്ളത്. ഈ കോഡ് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എക്കണോമിക് ജിയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് MGG 001. കോഡൊക്കെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് നമുക്ക് ആ ഒരു കോഴ്സ് കോഡും കോഴ്സ് നെയിമും ഒക്കെ ചോദിക്കുന്നതാണ് പൂരിപ്പിക്കാൻ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും ഓരോന്നും. ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് പോകുന്ന തേർഡ് സെമസ്റ്ററിലോട്ട്, അതായത് സെക്കൻഡ് ഇയറിലുള്ള തേർഡ് സെമസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ 2 പ്രാക്ടിക്കലാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. അതുപോലെ 3 തിയറി പേപ്പറും ഉണ്ട്. അതുപോലെ സെക്കൻഡ് ഇയറിൽ 4th സെമസ്റ്ററിലോട്ട് പോകുന്ന സമയത്ത് ഒരു പ്രാക്ടിക്കൽ കമ്പൽസറി ആണ്, ബാക്കിയുള്ളതൊക്കെ ഇലക്റ്റീവ്സ് ആണ്. അതുപോലെ ഒരു പ്രൊജക്റ്റും വരുന്നുണ്ട്. MGGP 001 എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, ഒരു പ്രൊജക്റ്റാണ്. ഇത് കമ്പൽസറി ആണ്. പ്രൊജക്റ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ നമ്മളെ യൂട്യൂബിൽ ഉണ്ടോ എന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മളെ പ്രൊജക്റ്റിന്റെ സിനോപ്സിസും അതിന്റെ ഫൈനലൈസേഷനും പ്രൊജക്റ്റ് ചെയ്യുന്നതൊക്കെ തേർഡ് സെമസ്റ്റർ മുതൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ പ്രൊജക്റ്റിന്റെ രജിസ്ട്രേഷൻ പേയ്മെന്റ് ചെയ്യേണ്ടത് 4th സെമസ്റ്ററിലാണ് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 സബ്ജക്റ്റുകൾ 002, 003, 004, ഈ 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ലേണർ can opt any one course from the given elective in the 4th semester. ഈ 3 നിന്നും ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 1, 2, 3 പ്രൊജക്റ്റ് അടക്കം 4 സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഈ 4th സെമസ്റ്ററിൽ പഠിക്കാനുണ്ടാവുകയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇനി ഇതിന്റെ ഫീസിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഫീ ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫീ എന്ന് വരുന്നത് 14,000 രൂപ പെർ ഇയർ ആണ്. അപ്പോൾ 2 വർഷത്തേക്ക് 28,000. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫീ അടക്കം 700 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ 17,700 വരിക ഫസ്റ്റ് ഇയറിൽ. ഇതൊരു ഇയർ വൈസ് പ്രോഗ്രാമാണ്. എന്ന് വെച്ചാൽ റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇയറിലാണ്, എക്സാം വരുന്നത് ഇയറിലാണ്. സെമസ്റ്റർ വൈസ് ആയിട്ട് ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എക്സാം വരുന്നത് ഇയറിലായിരിക്കും. അതുപോലെ ജനുവരി, അതുപോലെ ജൂലൈ, ഈ 2 സെഷനുകളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ തിയറി പേപ്പറിനും നിങ്ങൾക്ക് ഇതിന്റെ അസൈൻമെന്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിലാണ്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് നടത്തപ്പെടുന്നതും സ്റ്റഡി സെന്ററിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അടുത്തുള്ള സ്റ്റഡി സെന്റർ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാം. അപ്പോൾ ഏതെല്ലാം സ്റ്റഡി സെന്ററിലാണ് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതൊന്ന് നോക്കാം നമുക്ക്. ഇവിടെ നമ്മൾ ഈ ഒരു കോഴ്സിന്റെ കോഡ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് കാണിക്കും. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ
പ്രോസ്പെക്ടസിലുള്ള അതേ കാര്യങ്ങളിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ 200 രൂപ കൂടിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ രജിസ്ട്രേഷൻ ഫീസിൽ. 14,200 പ്ലസ് രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഫീ ആണ്. അപ്പോൾ 14,900 രൂപയാണ് വരുന്നത്. അതുപോലെ ഈ കോഴ്സുകളൊക്കെ അതുപോലെ തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഏതെല്ലാം സ്റ്റഡി സെന്റേഴ്സിലാണ് അവൈലബിൾ എന്ന് നോക്കാം. നമുക്ക് സ്റ്റഡി സെന്റർ റീജിയൻ സെന്റർ എന്താണെന്ന് അറിയാത്തവർ എന്ത് ചെയ്യാന്നറിയോ, ആ ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിനകത്തുണ്ട്, അത് നോക്കാം. കേരളത്തിൽ നമുക്കിവിടെ എന്താണ് ട്രിവാൻഡ്രത്ത് ഉണ്ടോ നോക്കാം. കൊച്ചിനിൽ കാണാനില്ല, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ട്രിവാൻഡ്രം അല്ല, കൊച്ചിനിലും ഇല്ല. വടകരയിലും ഇല്ല. കേരളത്തിൽ നമുക്കൊരു സെന്ററും ഇപ്പോൾ അവൈലബിൾ അല്ല. പക്ഷെ നമുക്ക് ഈ കാണിക്കുന്ന ഇന്ത്യയിലുള്ള ഏത് സെന്ററിലും പോയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു റിസ്കി ആയ പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ സെഷൻസിനും അതുപോലെ തന്നെ അസൈൻമെന്റിനും നിങ്ങൾ ഈ ഒരു സ്റ്റഡി സെന്ററുമായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടി വരും ഫിസിക്കലി. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കൂടുതലായിട്ടുള്ള സ്ഥലത്ത്, അതുപോലെ ചെന്നെത്താൻ പറ്റാത്ത സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പോസിബിൾ ആവണമെന്ന് നിങ്ങൾ നോക്കാം, അവരുടെ ചോയ്സ് ആണ്. അതുപോലെ തന്നെ എക്സാം തിയറി പേപ്പേഴ്സും ഒക്കെ നമുക്ക് നമ്മുടെ അടുത്തുള്ള സെന്ററുകളിൽ എഴുതാം. പക്ഷെ പ്രാക്ടിക്കൽ സെഷനോ അസൈൻമെന്റ് വെക്കുന്നതിനോ നിങ്ങൾ അവിടെ പോകേണ്ടി വരും. ഈ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ എജുഫിക്സ് അക്കാദമിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. രജിസ്ട്രേഷൻ ചെയ്ത് തരുന്നതാണ്, മറ്റുള്ള യൂണിവേഴ്സിറ്റി സർവീസുകൾ തരുന്നതാണ്, യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സ് തരുന്നതാണ്, അസൈൻമെന്റ് സപ്പോർട്ടുകൾ തരുന്നതാണ്, പ്രൊജക്റ്റ് സപ്പോർട്ടുകൾ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഈ ഒരു കോഴ്സ്, ഇത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റി കോഴ്സുകളെ കുറിച്ച് അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്